നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂലൈ മാസത്തെ അനിഴം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കുക. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഭാഗ്യം അനുഭവിക്കാനായിട്ട് പറ്റിയ ഒരു മാസമാണ്. സാമ്പത്തികമായ നല്ല നേട്ടങ്ങളും അഭിവൃദ്ധി ഉയർച്ചയുണ്ടാകാനായിട്ട് യോഗമുണ്ട്. മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും. കാരണം സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 7ാം ഭാവത്തിലാണ്. 7ാം ഭാവത്തിൽ തന്നെയാണ് ലഗ്നാധിപതി നിൽക്കുന്നത്. കാരണം കൊണ്ട് തന്നെ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കാനുള്ള യോഗമുണ്ട്. ഭാഗ്യസ്ഥാനത്ത് ബുധശുക്ര യോഗമാണ്. എന്നാൽ ചില സമയത്ത് കുറച്ച് ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ആത്മപ്രഭാവകാരകനായിരിക്കുന്ന സൂര്യൻ നിൽക്കുന്നത് ലഗ്നത്തിൻ്റെ അഷ്ടമത്തിലാണ് 16-ാം തീയതി വരെ. 16-ാം തീയതിക്ക് ശേഷം കർമാധിപതിയായിരിക്കുന്ന സൂര്യൻ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നത് കാരണം കൊണ്ട് 16-ാം തീയതിക്ക് ശേഷം തൊഴിലിൽ നല്ല ഉയർച്ച അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. എന്നാൽ 7ാം ഭാവത്തിൽ ലഗ്നാധിപതി നിൽക്കുന്നത് കാരണം കൊണ്ട് മറ്റൊരാൾ സഹായിച്ചിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണമുണ്ടാകുമെന്നുള്ള അതല്ല, മറിച്ച് നമ്മൾ സ്വയം മുന്നിട്ടിറങ്ങി ഇന്നത് വേണം, ഇന്ന രീതിയിൽ ചെയ്താൽ വിജയിക്കുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസത്തോടു കൂടി എന്ത് പ്രവൃത്തി എടുത്താലും ആ പ്രവൃത്തിയിൽ വിജയം ഉറപ്പാണ്. സാമ്പത്തികമായ നല്ല അഭിവൃദ്ധിയും നേട്ടവും ഉണ്ടാകാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. കുടുംബസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. തറവാട് സ്വത്തൊക്കെ കൈവശം വരാനായിട്ട് യോഗമുണ്ട്. തറവാടുമായിട്ട് കുടുംബ സംബന്ധമായിട്ടുള്ള സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എന്നാൽ 5ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് ടെൻഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സാധ്യതയുള്ളത് കാരണം കൊണ്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആവശ്യമില്ലാത്ത ടെൻഷനും കാര്യങ്ങളും ഒഴിവാക്കുക. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ളൊരു മാസമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ആവശ്യമില്ലാത്തൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. 5ാം ഭാവാധിപതി 7 നിൽക്കുന്നത് കാരണം കൊണ്ട്, ലഗ്നാധിപതിയോട് ചേർന്ന് 7 നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാനുള്ള യോഗമുണ്ട്. ദാമ്പത്യസുഖം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. പക്ഷേ എന്നാലും 7ാം ഭാവത്തിൽ നിൽക്കുന്നത് ശുഭനോട് ചേർന്ന് നിൽക്കുന്ന പാപനായത് കാരണം കൊണ്ട് ഒരു പുനർവിവാഹം പോലെയുള്ള ഈ കാര്യത്തിന് യോഗമുണ്ട്. അപ്പോൾ വിവാഹം ആദ്യത്തെ ഒന്ന് ഒഴിവാക്കി നിൽക്കുന്നവർക്കൊക്കെ പുതിയൊരു വിവാഹത്തിന് യോഗമുള്ള സമയം കൂടിയാണ്. എന്നാൽ 16-ാം തീയതി വരെ തൊഴിലിൽ കുറച്ച് അസ്വസ്ഥതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്യുക. അതായത് ശിവക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, അതുപോലെ തന്നെ കടുംപായസം കഴിപ്പിക്കുക, അഘോര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ഇതൊക്കെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും തടസ്സങ്ങൾ മാറാനും കർമ്മത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനും നല്ലതാണ്. അതുപോലെ തന്നെ തറവാട് സ്വത്ത് കൈവശം വരാനായിട്ട് യോഗമുണ്ട്. 4ാം ഭാവത്തിൽ ശനി സ്വക്ഷേത്ര ബലവാനാണെങ്കിൽ പോലും കണ്ടകശനിയുടെ ഒരു ദോഷം കൂടിയുണ്ട്. ആ ശശമഹായോഗം ചെയ്താണ് ശനി നിൽക്കുന്നതെങ്കിലും കണ്ടകശനി ദോഷം കൂടിയുള്ളത് കാരണം കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്ത് കണ്ടകശനി ദോഷത്തിന് പരിഹാരം വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നാഗപൂജ ചെയ്യുന്നത് നല്ലതാണ്. 5ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന കാരണം മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാരണം നാഗപൂജ ചെയ്യുക, ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.